ഞങ്ങളുടെ AK ആന്റണിയാണ് ഈ കേരളത്തിൽ ചാരായം നിരോധിച്ചത്. ചാരായം നിരോധിക്കുമ്പോൾ AK ആന്റണി പറഞ്ഞത് ചാരായം നിരോധിക്കുന്നതോടുകൂടി കേരളത്തിന്റെ മദ്യത്തിന്റെ ഉപയോഗം പൂർണ്ണമായി ഇല്ലാതാകും, കേരളീയരെല്ലാം നന്നാവാൻ പോകുന്നു ആണല്ലോ. എന്നിട്ട് കേരളത്തിൽ ചാരായം നിരോധിച്ചതുകൊണ്ട് മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മദ്യ നിരോധനം എന്നൊരു നയമില്ല, മദ്യവർജനമാണ്. അത് ബോധവൽക്കരണത്തിലൂടെ പടിപ്പടിയായി മാത്രമേ നടപ്പാക്കാൻ കഴിയൂ എന്ന ബോധവൽക്കരണത്തിന് വേണ്ടിയാണോ? ബാറുകളുടെ സമയപരിധി 12 മണി വരെ നീട്ടിയത് ബോധവൽക്കരിക്കാനാണോ? അതിന്റെ അകത്ത് എല്ലാ ബാറുകളുടെയും താങ്കളുടെ ഒരു വിവരമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് ഇതിന് മറുപടി കിട്ടണം. ബോധവൽക്കരണം എവിടെയാണ് നടക്കുന്നത്? 12 മണി വരെ ബാറുകളുടെ സമയപരിധി നീട്ടിയതിന് നിങ്ങളല്ലേ പറഞ്ഞത് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂട്ടിയ ബാറുകളൊന്നും തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട ഇന്നസെന്റിനെയും KPSC ലളിതയും പറ്റിച്ചത് എന്തിന്? നിങ്ങളല്ലേ പറഞ്ഞത് പൂട്ടിയ ബാറുകൾ തുറക്കില്ല, കൂടുതൽ ബാറുകൾക്ക് ലൈസൻസ് അനുവദിച്ചില്ലേ? ഇപ്പോഴെന്താ അവസാനം അധികാരത്തിൽ നിന്ന് മറുപടി പറയട്ടെ? അധികാരത്തിൽ മറുപടി പറയട്ടെ? താങ്കൾ മറുപടി പറ. താങ്കളുടെ വർത്തമാനം കേട്ടാൽ കേൾക്കുന്നവർ തോന്നും കേരളത്തിലെ എല്ലാ ബാറുകളും 12 മണി വരെ തുറന്നെന്നാണ്. ഇല്ലേ? അങ്ങനെയാണോ? അല്ല അല്ല അല്ല, താങ്കൾ അത് പഠിക്കൂ. 12 മണി ഞാൻ ബാറിൽ പോവാറില്ല, അതുകൊണ്ട് എനിക്ക് ബാറുകളിലോട്ട് പോവാറില്ല. എങ്കിൽ പോകുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. താങ്കളുടെ സുഹൃത്തുക്കളോട് കേരളത്തിലെ എല്ലാ ബാറുകളും 12 പുതിയ വിവരമാണ്. എല്ലാ ബാറുകളും കാണുന്നതാണ് ഇത്, രേഖപ്പെടുത്തുന്നതാണ് ഇത്.